ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് ബാക്കി വന്ന ഇഡ്ഡലി മാവ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഈ ഒരു പലഹാരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ, ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, അതുപോലെ 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, പിന്നെ 3-4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലക്ക് പകരം മല്ലിയിലയും എടുക്കാവുന്നതാണ്. മല്ലിയിലയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല പൗഡറിന് പകരം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 250 ഗ്രാം അളവിൽ ചിക്കൻ ഞാനിവിടെ വേവിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് എല്ലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കൈകൊണ്ടിങ്ങനെ ചെറുതായിട്ട് പിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. സ്റ്റൗവിൽ നിന്നൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ചൂട് നന്നായിട്ടൊന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ബാക്കി വന്ന കുറച്ച് ഇഡ്ഡലി മാവാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാതെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അത് കാരണം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിലോട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് ബാക്കി വന്ന ഇഡ്ഡലി മാവ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അരച്ചിട്ട് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇഡ്ഡലി മാവ് ഇവിടെ മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുഞ്ഞു ബോൾസായിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു ബോൾസായിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. എത്ര ചെറിയ ബോൾസാക്കാൻ പറ്റുന്നോ അത്രയും ചെറിയ ബോൾസാക്കിയിട്ടെടുക്കാം. കാരണം നമ്മളിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയുടെ ആ ഒരു കുഴിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള കുഞ്ഞു ബോൾസ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുഞ്ഞു ബോൾസായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിയപ്പം ചുടുന്നത് പോലെ ഒത്തിരി ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിൽ നിന്ന് ഒരു ബോൾ ഒരു സ്പൂണിൽ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി മാവിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കോരിയെടുത്ത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം ചൂടുന്നത് പോലെ തന്നെ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ ഉണ്ണിയപ്പം ചൂടുന്നത് പോലെ തന്നെയാണ്. എല്ലാ കുഴിയിലോട്ടും ഇതുപോലെ ഓരോ ബോൾസായിട്ടെടുത്ത് കോരി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബോൾസും ഒരുമിച്ചിട്ട് മാവിലോട്ട് ഇട്ട് കൊടുക്കരുത്. ആവശ്യത്തിന് അനുസരിച്ചിട്ട് മാത്രം ഓരോ ബോൾസായി എടുത്തിട്ട്
ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ മാവിലോട്ടിട്ട് അങ്ങനെ കോരിയിട്ട് വേണം ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഓരോ കുഴിയിലോട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും. ഇതെല്ലാ കുഴിയിലോട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വെറും 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് തയ്യാറായി കിട്ടും. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഇനി ഇത് അടച്ച് 1 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും അടച്ചിട്ട് വെറും 30 സെക്കൻഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഈ സൈഡും നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ മസാല വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം തയ്യാറാക്കിയിട്ടിട്ട് ഷേപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. കഴിക്കാനും നല്ല രുചിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം രുചികരമായിരിക്കും എന്നുള്ളത്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ചൂട് ചായയുടെ കൂടെയൊക്കെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാ അപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി മാവ് വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ അരക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതുപോലെ അരച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നന്നായിട്ട് ഫെർമെൻ്റ് ആയതിനു ശേഷം ആ ഇഡ്ഡലി മാവ് യൂസ് ചെയ്തിട്ടും തയ്യാറാക്കാം. ഇതിനായിട്ട് ദോശമാവ് എടുക്കാൻ പറ്റില്ല. കുറച്ച് തിക്കായിട്ടുള്ള ഇതുപോലത്തെ ഇഡ്ഡലി മാവ് തന്നെ എടുക്കണം. രാവിലത്തെ മാവൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.